നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞങ്ങൾ ആരും രാത്രി ഉറങ്ങിയിട്ടില്ല. ഓരോരോ സങ്കടങ്ങളും പറഞ്ഞ് നേരം വെളുപ്പിച്ചു. ഇതിനിടയിൽ മോളെ കിട്ടാൻ നേരാത്ത നേർച്ചകളില്ല. എന്നിട്ട് ഫലം കാണുന്നില്ലല്ലോ ഈശ്വര. അങ്ങനെ അങ്ങ് നിരാശപ്പെടാതെ. ഇന്നാൾ ഇതുപോലെ കൊല്ലത്തുനിന്നൊരു കുട്ടിയെ കാണാതായിട്ട് പിറ്റേ ദിവസം വൈകിട്ട് ഒരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ചു കിട്ടിയത്. ഇതും അങ്ങനെ സംഭവിക്കൂ. അല്ല, ശാലിനി എവിടെ? കണ്ടില്ലല്ലോ. അവള് രാവിലെ തന്നെ പോയി. എന്തോ അത്യാവശ്യ കാര്യമുണ്ടെന്ന് തോന്നുന്നു. പോകുന്നതിന് മുമ്പ് പോലീസുകാരെയൊക്കെ വീണ്ടും ഫോൺ വിളിച്ച് എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് അവള് പോയത്. കുഞ്ഞേച്ചി ഇവിടെ നിന്ന് പോയിരിക്കുന്നേ ഉള്ളൂ. കളക്ടർ ആണെങ്കിലും കുഞ്ഞേച്ചി ഒരമ്മയല്ലേ, നെഞ്ചു പെടഞ്ഞ പോയിരിക്കുന്ന. ആഗ്രഹം ഉണ്ടായിട്ടല്ല, നിവർത്തിയില്ലഞ്ഞിട്ടാ. ഓരോ പദവിയിലിരിക്കുമ്പോ എല്ലാം സഹിച്ചല്ലേ പറ്റൂ. ഏതായാലും നീ അങ്ങോട്ട് മടങ്ങിപ്പോണം. ഈ സമയത്ത് നീ നിൽക്കേണ്ടത് അവിടെയാ. അല്ല ഗോപാലേട്ടാ, ഇന്നലെ സത്യാമ്മ ഇവളെ അവിടെ നിന്ന് ഇറക്കി വിട്ട സ്ഥിതിക്ക് അങ്ങനെ തല്ലാനും പുറത്താക്കാനും തക്ക തെറ്റൊന്നും ശ്യാമ ചെയ്തിട്ടില്ലല്ലോ. ഇതിന് പിന്നിൽ കാർത്തികയാണെന്നൊരു സംശയം പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. അല്ല, അത് നമ്മള് പറയുന്നല്ലേ ഗോപാലേട്ടാ. മാത്രല്ല, പപ്പിമോളെ ഇതുവരെ തിരികെ കിട്ടിയിട്ടുമില്ല. ആ സ്ഥിതിക്ക് വീണ്ടും ഇവൾ അവിടെ ചെന്ന സത്യാമ്മ ഇറക്കി വിട്ടാലോ? നീ ഒന്ന് വെറുതെ ഇരിക്കും ശാരദ. അങ്ങനെ തോന്നുമ്പോ ഇറക്കി വിടാൻ എന്റെ മക്കളെന്താ സത്യഭാമയുടെ കളിപ്പാവകളാണോ? മുമ്പ് ശാലിനിയുടെ കാര്യത്തിൽ അവൾ 5-6 വർഷം ഒളിച്ചു താമസിച്ചു എന്നൊരു ന്യായം ഉണ്ടായിരുന്നു. ശ്യാമയുടെ കാര്യം അങ്ങനെ അല്ല. ആളും പേരും അറിഞ്ഞ് താലി കെട്ടി ഒരുമിച്ച് ജീവിക്കുന്നവരാ. ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ ശ്യാമയെ അവിടെ കൊണ്ടുവന്നാക്കാം. സത്യാമ്മ ഇറക്കി വിടുന്നൊന്ന് കാണട്ടെ. ഗോപാലേട്ടാ, ഗോപാലകൃഷ്ണനെ സത്യാമ്മയ്ക്ക് ശരിക്കറിയാത്തതുകൊണ്ട്. ശ്യാമേ, നമുക്കിപ്പോ തന്നെ പോവാം. അല്ലച്ച, അവര് ഞാൻ പറഞ്ഞില്ലേ, ശാലിനിയെ പോലെ അല്ല. ഇന്ന് വരെ ഭർത്താവിനോടും ഭർത്തൃ വീട്ടുകാരോടും ഒരു കുറ്റവും കുറവും ചെയ്യാത്തവളാ നീ. അതൊന്ന് നേരിട്ട് പറയേണ്ടതേ ഈ അച്ഛന്റെ കടമയാ. ഇനി ഒരു നിമിഷം പോലും കളയാനില്ല. വാ വാ അച്ഛ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.